പത്രോസിൻ്റെ ഒന്നാം ലേഖനം. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 5-ാം അധ്യായം 7 മുതൽ ഉള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 5-ാം അധ്യായം 7 മുതൽ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സഹവ്രതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മാർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. പത്രോസ് തൻ്റെ കത്തിൻ്റെ അവസാന ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ നിർദ്ദേശങ്ങൾ എല്ലാവർക്കുമുള്ളതാണ്, പ്രത്യേകിച്ച് നേതാക്കന്മാരായ ആളുകൾക്ക്. 6-ാം വാക്യത്തിൽ താഴ്മയുടെ ഗുണത്തെക്കുറിച്ച് താൻ പറയുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നാൽ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. അത് പഴയ നിയമത്തിൽ പല ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. യോസേഫ് താണിരുന്നു, ദൈവം അവനെ ഉയർത്തി. ദാവീദ് വളരെയധികം താഴ്ചകളിലൂടെ കടന്നുപോയി, പക്ഷേ ദൈവം അവനെ ഉയർത്തി. അങ്ങനെ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരെ ദൈവം ഉയർത്തുന്നത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൈക്കീഴ് താണിരുന്നാൽ ദൈവം തക്ക സമയത്ത് ഉയർത്തും. ദൈവം ഉയർത്തുമ്പോൾ വേറെ ആർക്കും ഒരു സംശയവും ഉണ്ടാവുകയില്ല എന്നതും ശ്രദ്ധേയമാണ്. 7-ാം വാക്യത്തിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് പത്രോസ് പറയുന്നു. 6-ാം വാക്യത്തിൽ താഴ്മയെക്കുറിച്ചും നിഗളത്തെക്കുറിച്ചുമാണ് പറയുന്നത്. 7-ാം വാക്യത്തിൽ വ്യാകുലപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ചിന്താകുലം, ആങ്സൈറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ വറി എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിലും തൻ്റെ മറ്റു പഠിപ്പിക്കലുകളിലും മനുഷ്യൻ വ്യാകുലപ്പെടുന്നതിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുടിയുടെ നിറം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ നീളത്തോട് ഒരല്പം കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ജീവിതത്തിൻ്റെ ദൈർഘ്യത്തോട് അല്പം കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കെ പിന്നെ നിങ്ങൾ വ്യാകുലപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. അതുപോലെ തന്നെ പക്ഷികൾ അവ വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയ്ക്ക് വേണ്ടി കരുതുന്നു. വയലിലെ ഒരു പുല്ലിനെ നോക്കി, അതിൻ്റെ പൂവിനെ നോക്കി കർത്താവ് പറഞ്ഞു, ശലോമോൻ തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. അല്പവിശ്വാസികളെ, നിങ്ങളെ നിങ്ങളുടെ പിതാവ് എത്രയധികം അണിയിച്ചൊരുക്കും എന്ന് താൻ പറഞ്ഞു. വ്യാകുലപ്പെടുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദോഷമേ ചെയ്യുകയുള്ളൂ. മാത്രമല്ല, വ്യാകുലപ്പെടുക വഴി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കുക എന്ന പാപവും നാം ചെയ്യുന്നു. വ്യാകുലപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് 7-ാം വാക്യത്തിൽ പറയുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിൻ്റെ മേൽ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ.
ആ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. അതാണ് പ്രധാനം. എന്തുകൊണ്ടാണ് ആളുകൾ വ്യാകുലപ്പെടുന്നത്? നാളെ എന്ത് സംഭവിക്കും? നാളെ ഞാൻ എന്ത് കഴിക്കും? നാളത്തെ എൻ്റെ കാര്യം എങ്ങനെ നടക്കും? ഇങ്ങനെയുള്ള ആവലാതി. ഇങ്ങനെ വ്യാകുലപ്പെടുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ വിചാരം അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അവരാണ് നിയന്ത്രിക്കുന്നത് എന്നാണ്. നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന കാര്യം മനുഷ്യർക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. നാളെ അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പല പ്ലാനുകൾ ആളുകൾ ചെയ്യും. പ്ലാൻ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. അങ്ങനെ നടക്കാതെ വന്നാൽ പിന്നെ ഞാനല്ല എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, വേറെ ആരോ ആണ്. ഞാൻ തന്നെ ആയിരിക്കണം എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. എനിക്ക് ചുറ്റും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അവയുടെ നിയന്ത്രണം എൻ്റെ കയ്യിലായിരിക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, അവൻ അഹങ്കാരിയാണ്. അവൻ്റെ വിചാരം അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നാണ്. അങ്ങനെയുള്ള ആളുകളാണ് വ്യാകുലപ്പെടുന്നത്. കാരണം എല്ലാ കാര്യവും അവർ വിചാരിക്കുന്നത് പോലെ നടക്കുകയില്ല, അതവർ ആര് തന്നെയാണെങ്കിലും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇനി എന്താകും, ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്ന ഭയം, അത് അവരെ ആകുലചിത്തരാക്കുന്നു. ആകുലചിത്തരാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഉത്തരം 6-ാം വാക്യത്തിലാണ്. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. എന്ന് വച്ചാൽ നിയന്ത്രണം ദൈവത്തിന് കൊടുക്കുക. ഞാനാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന ഭാവത്തിന് പകരം എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ആ ഉത്തരവാദിത്വം ദൈവത്തെ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ദൈവം, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവത്തെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യമുണ്ട്. പലപ്പോഴും നാം അത് ഉദ്ധരിക്കാറുമുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. വീണ്ടും വിചാരപ്പെടരുത് എന്ന് ബൈബിൾ പറയുകയാണ്. അതൊരു തെറ്റാണ്. വിചാരപ്പെടുന്നത് ഒരു പാപമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? എല്ലാറ്റിനെക്കുറിച്ചും പ്രാർത്ഥിക്കാം, എല്ലാറ്റിനെക്കുറിച്ചും ദൈവത്തോട് പറയാം. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടു കൂടി പറയാം. പലപ്പോഴും നാം വിചാരപ്പെടുന്ന കാര്യങ്ങൾ ശുദ്ധ മനസാക്ഷിയോടെ ദൈവത്തോട് പറയാൻ പറ്റുന്നവയല്ല. ഞാനതൊരിക്കൽ കൂടി പറയാം. പലപ്പോഴും നാം വിചാരപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തോട് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു, വിതയ്ക്കുന്നവൻ്റെ ഉപമ. ആ ഉപമയിൽ പലതരത്തിലുള്ള മണ്ണിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ആ മണ്ണുകൾ എന്തിനെ കാണിക്കുന്നു എന്നും കർത്താവ് ആ ഉപമ പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തു. നല്ല നിലത്ത് വീണ് ഫലം കൊടുത്ത വിത്തിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പക്ഷേ അതിന് തൊട്ടു മുമ്പ് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെക്കുറിച്ച് നാം വായിക്കുന്നു. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായിത്തീരുന്നു. ദൈവവചനമായ വിത്ത് വിതച്ചു, അത് ഹൃദയത്തിൽ വീണു, വളർന്നു. ഫലം കൊടുക്കാൻ വളരെ സാധ്യതയുണ്ടായിരുന്ന വിത്താണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. അത് വളർന്നു. പക്ഷേ ആ ചെടിയെ ഞെരുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും, അത് ആ ചെടിയെ ഞെരുക്കിക്കളയുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ വറീസ് ഓഫ് ദ വേൾഡ്.
ഈ ലോകത്തിൻ്റെ വിചാരപ്പെടലുകൾ, ധനത്തിൻ്റെ വഞ്ചന. ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം വിചാരപ്പെടുന്നു. ധനത്തിൻ്റെ വഞ്ചന എന്ന് വെച്ചാൽ ദ്രവ്യാഗ്രഹം, എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന ആഗ്രഹം, അത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നാം വിചാരപ്പെടുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥനയിൽ ഈ കാര്യം പറയാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം, ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യമല്ല ഇത്. ഇത് ചെയ്യണം, ഈ കാര്യങ്ങളുടെ പുറകെ പോകണം എന്ന് ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവവചനം അനുസരിക്കാതെ ഈ ലോകത്തിൻ്റെ പുറകെ പോകുന്ന ആളുകൾ, അവർക്ക് വിചാരപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവർ വിചാരപ്പെടുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് ആവശ്യങ്ങൾ അറിയിക്കുവാൻ സാധിക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ആൾ വിശ്വാസിയാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് പണമുണ്ടാക്കാൻ വലിയ താല്പര്യമാണ്. അദ്ദേഹം കുറേ പണമെടുത്ത് നോട്ടിരട്ടിപ്പുകാർക്ക് കൊടുത്തു. നോട്ടിരട്ടിപ്പുകാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നത് സംശയമാണ്, പേടിയാണ്. ആ ആളുടെ ഉള്ളിൽ ആകാംക്ഷയും വിചാരപ്പെടലും ഉണ്ടാകും. പക്ഷേ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? വേറൊരാൾ പണം ബ്ലേഡ് പലിശയ്ക്ക് കൊടുക്കുന്നു. ഓപ്പറേഷൻ കുബേരയൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ആ പൈസ തിരിച്ചു കിട്ടുമോ എന്ന് സംശയമാണ്. ഇപ്പോൾ ഭയങ്കര മനപ്രയാസമാണ്, ആദിയാണ്. പ്രാർത്ഥിക്കാൻ ഒക്കുമോ? ദൈവമേ, ഞാൻ നോട്ടിരട്ടിപ്പിന് ബ്ലേഡ് കമ്പനിക്ക് പൈസ കൊടുത്തു, കൊള്ളപ്പലിശയ്ക്ക് പലിശ കൊടുത്ത് അത് തിരിച്ചു കിട്ടാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് ആളുകൾ വിചാരപ്പെടുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ചില അപകടങ്ങളുണ്ടായി, ചില വിഷമ സന്ദർഭങ്ങളുണ്ടായി, നമ്മളൊന്നും ചെയ്തിട്ടല്ല. അത്തരം സന്ദർഭങ്ങളിൽ ദൈവമേ, ഈ വിഷമസന്ധിയിൽ എന്നെ സഹായിക്കണം, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് നിർമ്മല മനസാക്ഷിയോടുകൂടി ദൈവത്തോട് പറയാൻ നമുക്ക് സാധിക്കും. അത് പറഞ്ഞാൽ മതി, ദൈവം നിങ്ങളെ വിടുവിക്കും. അതാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. നാം വിചാരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാരണം, ഈ വിചാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തോട് അപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. ദൈവത്തോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകണ്ട. അത്തരം ബിസിനസ്സിൽ നാം ഇടപെടണ്ട. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് പറയാൻ കഴിയും, എൻ്റെ കർത്താവ് അവൻ എനിക്ക് വേണ്ടി കരുതുന്നു, അതിനാൽ ഞാൻ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. 8-ാം വാക്യത്തിൽ ഒരു ഭയനിർദ്ദേശമാണ് നൽകുന്നത്. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നമ്മൾക്ക് വേണ്ടി കരുതുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ചാണ് 7-ാം വാക്യത്തിൽ നാം വായിച്ചത്. എന്നാൽ 8-ാം വാക്യത്തിൽ എങ്ങനെ നമ്മെ വിഴുങ്ങാം, എങ്ങനെ നമ്മെ നശിപ്പിക്കാം എന്ന് നോക്കിയിരിക്കുന്ന നമ്മുടെ പ്രതിയോഗിയെക്കുറിച്ച് നാം വായിക്കുന്നു. പ്രതിയോഗിയെ നാം എങ്ങനെ നേരിടണം? 1-ാമത്തെ നിർദ്ദേശം, നിർമ്മതരായിരിപ്പിൻ. നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞാൽ മദ്യം കുടിച്ച് സുബോധമില്ലാതായിരിക്കുക എന്നതാണ് നിർമ്മതരായിരിക്കുക എന്നതിൻ്റെ വിപരീതം. അപ്പോൾ നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞാൽ, ബി സോബർ എന്ന് പറഞ്ഞാൽ, യാതൊരു കാര്യവും നിങ്ങളെ ഉന്മാദമുള്ളവരാക്കി മാറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുവാൻ കഴിവുള്ള നിലയിലാണ്. വണ്ടി ഓടിക്കുന്ന ഒരാൾ മദ്യത്തിനടിമയാണെങ്കിൽ അപകടമാണ്. ആ ആൾക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കില്ല. അയാൾ വണ്ടി ഓടിക്കാൻ പാടില്ല. അയാൾ നിർമ്മതനായിരിക്കണം വണ്ടി ഓടിക്കാൻ. കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള കഴിവുണ്ടായിരിക്കണം.
നിർമ്മതനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ വിവേകത്തോടെ ചിന്തിക്കുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം കേട്ട് അതിൻ്റെ പേരിൽ എക്സൈറ്റഡ് ആകുന്നവർ അവർ നിർമ്മതരല്ല. കാര്യങ്ങളെ ശരിയായി വിശകലനം ചെയ്ത് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് നിർമ്മതർ. അവർ ഉണർന്നിരിക്കണം. എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കേണ്ടത്? എവിടെ നിന്നാണ് ആക്രമണം വരുന്നത്? ഏത് സാഹചര്യത്തിലും ശത്രു നിങ്ങളെ ആക്രമിക്കും എന്ന ഒരു ചിന്തയാണ് ഉണർന്നിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. കാരണം പ്രതിയോഗിയുടെ കാര്യമാണ്. പ്രതിയോഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രു. എല്ലാ തലത്തിലും നമുക്കെതിരെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ പ്രതിയോഗി. അല്ലാതെ ചില സന്ദർഭങ്ങളിൽ അവൻ നമ്മുടെ പ്രതിയോഗി, ചിലപ്പോൾ നമ്മുടെ സഹായി, അങ്ങനെയല്ല. എല്ലാ കാര്യത്തിലും നമ്മുടെ ശത്രുവാണ് പിശാച്. അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. എന്ന് വച്ചാൽ അതിൻ്റെ അർത്ഥം അവന് ആരെ കിട്ടിയാലും വിഴുങ്ങും. ഇന്നയാൾ വളരെ ശക്തനാണ്, പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിശാചിന് അവനെ ആക്രമിക്കാൻ സാധിക്കില്ല എന്നാരും ചിന്തിക്കരുത്. പിശാച് ആരെ വേണമെങ്കിലും വിഴുങ്ങും. ക്രിസ്തീയ ചരിത്രം പഠിച്ചാൽ, ബൈബിളിലെ പേജുകൾ തന്നെ നാം വായിച്ചു നോക്കിയാൽ നമുക്ക് ആ കാര്യം മനസ്സിലാകും. പിശാചിൻ്റെ ചതിയിൽ, അവൻ്റെ ആക്രമണത്തിൽ വീഴാത്ത ആളുകൾ വളരെ കുറവാണ്. വലിയ വലിയ ആളുകളെ പിശാച് വഞ്ചിച്ചിട്ടുണ്ട്. വലിയ ആളുകളെ വീഴിക്കുവാൻ പിശാചിന് സാധിച്ചിട്ടുണ്ട്. പിശാച് ചെറിയ ആളുകളെ പിടിക്കുകയുള്ളൂ, വലിയവരെ പിടിക്കില്ല എന്ന് ചിന്തിക്കരുത്. അവൻ ആരെയും പിടിക്കാൻ തയ്യാറാണ്. ആരെ കിട്ടിയാലും അവൻ വിഴുങ്ങും. അതാണ് പിശാചിൻ്റെ സ്വഭാവം. 9-ാം വാക്യത്തിൽ, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. പിശാച് നമ്മെ പിടിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആയുധം കഷ്ടപ്പാടുകളാണ്. നമ്മെ അവൻ കഷ്ടപ്പെടുത്തും. ഉപദ്രവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ഇയ്യോബിൻ്റെ കഥ നമുക്കറിയാമല്ലോ. ഇയ്യോബിനെ ഉപദ്രവിക്കുക എന്ന ഏക ലക്ഷ്യമേ പിശാചിനുണ്ടായിരുന്നുള്ളൂ. അവനത് ചെയ്തു. പിശാചിൻ്റെ പ്രവൃത്തി മൂലം നമുക്ക് കഷ്ടതയുണ്ടാവും. അത് ദൈവം അനുവദിച്ചിട്ടാണ്, നാം അത് മറക്കരുത്. എന്നാൽ ഇങ്ങനെ കഷ്ടതയുണ്ടാകുമ്പോൾ നാം പെട്ടെന്ന് ചിന്തിക്കും, അയ്യോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? പത്രോസ് പറയുന്നു, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിനക്ക് മാത്രമല്ല, സഹോദരവർഗത്തിന് അവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. എന്ന് വെച്ചാൽ ലോകത്തിലുള്ള നിങ്ങളെപ്പോലെയുള്ള എല്ലാ വിശ്വാസികൾക്കും പിശാചിൻ്റെ പ്രവർത്തനം മൂലം കഷ്ടപ്പാടുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാത്രമേ ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. 2 കാര്യങ്ങൾ. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിരിക്കും. പിശാചിൻ്റെ ആക്രമണമുണ്ടായി, പിശാചിൻ്റെ പ്രവർത്തനം ഈ സ്ഥലത്തുണ്ട്, ഇന്ന വ്യക്തിയുടെ മേലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിശാചിനെ ഭത്സിക്കുകയും ഓടിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന പേരിൽ വലിയ പ്രാർത്ഥന നടത്തുന്ന ആളുകളുമൊക്കെ ഇക്കാലത്തുണ്ട്. അവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അവർ ദൈവമേ എന്നൊക്കെ വിളിച്ചാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. പ്രാർത്ഥനയുടെ ഇടയിൽ അവർ പിശാചിനോടാണ് സംസാരിക്കുന്നത്. പിശാചേ, ഞാൻ നിന്നോട് പറയുന്നു, കൽപ്പിക്കുന്നു, അത് ഇത് അങ്ങനെ ചെയ്യണം, ഇവനെ വിട്ടിട്ട് ഇപ്പോൾ പോകണം, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിശാചിനെ നിങ്ങൾ ഓടിച്ചു കളയണം എന്നും പറഞ്ഞിട്ടില്ല. പിശാച് നിങ്ങളെ വിട്ട് ഓടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പിശാചിനെ നിങ്ങൾ ഓടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിശാചിനോടുള്ള ബന്ധത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഒന്നാമത്, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. നമ്മൾ എപ്പോഴാണ് എതിർത്ത് നിൽക്കുന്നത്? നമ്മെ ആളുകൾ ആക്രമിക്കുമ്പോഴാണ് നാം എതിർത്ത് നിൽക്കുന്നത്. പിശാച് എങ്ങനെയാണ് നമ്മെ ആക്രമിക്കുന്നത്? പിശാചിൻ്റെ ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ നമ്മുടെ നേരെ
അവൻ എയ്യും. എന്താണ് പിശാചിൻ്റെ സ്വഭാവം? നമുക്കറിയാം. പിശാച് നുണയനാണ്. സഹോദരന്മാരെക്കുറിച്ച് അപവാദം പറയുന്നവനാണ്. ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികൾക്കും എതിരാണ്, പ്രതിയോഗിയാണ്, കൊലപാതകനാണ്. ഇതൊക്കെയാണ് പിശാചിൻ്റെ സ്വഭാവം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ഒരു പ്രേരണ, ഒരു പരീക്ഷ നമുക്ക് വരും. ഒരു നുണ പറഞ്ഞോ, കുഴപ്പമില്ലെന്നേ, ആരും അറിയില്ല. ആരും ഇല്ലാത്തപ്പോൾ നമുക്കിഷ്ടമില്ലാത്തൊരു സഹോദരനെക്കുറിച്ച്, ഒരു സഹോദരിയെക്കുറിച്ച് കുറ്റം പറയുക പിശാചിൻ്റെ സ്വഭാവമാണ്. നാം അത് ഏറ്റെടുക്കുക. നാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിശാചിൻ്റെ ആക്രമണത്തിന് നാം വിധേയരായി. പിശാച് നമ്മളെ തോൽപ്പിച്ചു. എങ്ങനെയാണ് പിശാച് നമ്മളെ തോൽപ്പിച്ചത്? പിശാച് നമ്മളെക്കൊണ്ട് അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യിച്ചു. അതാണ് പിശാചിൻ്റെ പദ്ധതി. പിശാച് ആദ്യം ഏദൻ തോട്ടത്തിൽ ഹവ്വയെയോ ആദാമിനെയോ തൊട്ടില്ല. അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചില്ല. ഇന്ന് പലരും പറയുന്നത് പോലെ പിശാച് ബാധിച്ചില്ല അവരെ. പിശാച് അവരോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. പിശാച് അവരെ കൊണ്ട് അത് ചെയ്യിച്ചു എന്ന് പറയാൻ പറ്റുകയില്ല, കാരണം അവർ തന്നെയാണ് ചെയ്തത്. അത് ചെയ്യാൻ ഒരു പ്രേരണ കൊടുത്തു, അതുമാത്രം. അത് ഫലിച്ചു. ഏദൻ തോട്ടത്തിൽ പിശാച് ചെയ്ത കാര്യം വിജയിച്ചു. അതുകൊണ്ട് ഇനി അവൻ്റെ സ്ട്രാറ്റജി, അവൻ്റെ പ്രവർത്തനത്തിന് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഇന്നും പിശാച് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു. കാരണം അങ്ങനെ പ്രവർത്തിച്ചാൽ ആളുകളെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് പിശാചിനറിയാം. പിശാച് നമ്മെ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണിച്ചോ, ഭീകരരൂപം കാണിച്ചോ അല്ല പേടിപ്പിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത്. തെറ്റ് ചെയ്യാനുള്ള പ്രേരണ തന്ന് അത് നമ്മളെക്കൊണ്ട് ചെയ്യിക്കുക. ബൈബിൾ പരിശോധിച്ച് നോക്കിയാൽ അതാണ് പിശാച് എല്ലാ കാലത്തും ചെയ്തത്. ഇസ്രായേൽ മക്കളെ ശപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ബലയാം ബാലാക്കിനൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. എന്താണ്? കുറേ പെണ്ണുങ്ങളെ അങ്ങോട്ട് വിട്, ഇസ്രായേൽ മക്കളെ കൊണ്ട് പാപം ചെയ്യിക്കുക, അവർ ശപിക്കപ്പെട്ടവരായിക്കൊള്ളും. അതാണ് പിശാചിൻ്റെ തന്ത്രം. വലിയ വിജയമൊക്കെ നേടിയ ദാവീദിൻ്റെ ഉള്ളിൽ പിശാച് ഒരു തോന്നൽ കൊടുത്തു. നീ വലിയ രാജാവല്ലേ, വലിയ ശക്തനല്ലേ, ഇത്രയൊക്കെ ശക്തി ഉണ്ടാകാനുള്ള കാരണം നിനക്ക് വളരെയധികം സൈന്യമുണ്ട്, അവരുടെ എണ്ണം ഒന്നെടുക്ക്, നീ എത്ര ശക്തനാണെന്നൊന്നറിയാം. ഈ ഒരു ചിന്ത പിശാച് ദാവീദിൻ്റെ ഹൃദയത്തിൽ കൊടുത്തു. അങ്ങനെയാണ് പിശാച് ദാവീദിനെ വീഴ്ചത്. കള്ളം പറയാൻ, കൊലപാതകം ചെയ്യാൻ, മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറയാനൊക്കെയുള്ള പ്രേരണ പിശാച് നമുക്ക് നൽകുകയാണ്. അതാണ് അവൻ്റെ ആക്രമണം. ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ നാം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ രക്തം ജയം. ഇങ്ങനെയുള്ള യാതൊരു മാജിക്കൽ ഫോർമുലയും അല്ല ഉപയോഗിക്കേണ്ടത്. പത്രോസ് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുക. അവൻ ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നോ, ഞാനത് ചെയ്യില്ല എന്ന് പറയുക. ഇങ്ങനെ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് അല്പം കഷ്ടതയുള്ള കാര്യമാണ്. കാരണം പിശാച് നമ്മെ ഉപദ്രവിക്കും. നുണ പറഞ്ഞില്ലെങ്കിൽ നീ ബുദ്ധിമുട്ടും, ഈ കാര്യം ചെയ്തില്ലെങ്കിൽ നിനക്ക് വിഷമം ഉണ്ടാകും എന്ന് പിശാച് നമ്മളോട് പറയും. നാം ആ കാര്യത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടതായും വരും. എന്നാൽ ഈ അല്പകാലത്തേക്കുള്ള കഷ്ടം നിങ്ങൾ സഹിച്ചാൽ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അതാണ് ദൈവവചനം നമുക്ക് നൽകുന്ന വാഗ്ദത്തം. പിശാച് പത്രോസിനെ പരീക്ഷിക്കാൻ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു എന്നൊക്കെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു. പത്രോസ് അതൊന്നും വിശ്വസിച്ചില്ല. പത്രോസ് വിചാരിച്ചു താൻ വലിയ ശക്തനാണെന്ന്. പക്ഷെ നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. തള്ളിപ്പറഞ്ഞു, പിന്നീട് കരയേണ്ടി വന്നു. പക്ഷേ അതിനൊക്കെ മുമ്പ് കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. പിശാചിൻ്റെ ആക്രമണത്തിൻ്റെ തീവ്രത പത്രോസിനെ പോലെ മനസ്സിലാക്കി ആരുമില്ല. കർത്താവ് അവന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോകുന്നത് കേൾക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിച്ചില്ല. താൻ വീണു, താൻ പരാജയപ്പെട്ടു. എന്നാൽ തനിക്കൊരു മടങ്ങിവരവുണ്ടായി. തൻ്റെ മടങ്ങിവരവിന് ശേഷം
കർത്താവ് അവനോട് പറയുകയാണ്, നീ മറ്റുള്ള ശിഷ്യന്മാരെ, നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ആ ഒരു ശുശ്രൂഷയാണ് കർത്താവ് പത്രോസിന് കൊടുത്തത്. ആ പത്രോസ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങളോട് എതിർത്ത് നിന്ന് വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ കഷ്ടപ്പാടുണ്ടാകും. പക്ഷേ അതിനൊരു പ്രതിഫലമുണ്ട്. എന്താണ്? ദൈവം തന്നെ നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ ഉറപ്പിക്കും. തുടർന്നുള്ള ഭാഗത്ത് ഈ എഴുത്ത് എഴുതിയതാരാണ് എന്ന് പത്രോസ് പറയുന്നു. സിൽവാനോസ്, വളരെ വിശ്വസ്തനായ സിൽവാനോസാണ് ഈ കത്ത് എഴുതിയത്. ചിലർ പറയുന്നു സിൽവാനോസ് എഴുതി എന്ന്, മറ്റു ചിലർ പറയുന്നു ഇല്ല, സിൽവാനോസ് ഈ എഴുത്ത് കൊണ്ടുപോയി കൊടുത്തതേ ഉള്ളൂ എന്ന് പറയുന്നു. അതെന്തുമാകട്ടെ, അതുപോലെ തന്നെ ബാബിലോണിലുള്ള സഭയെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നു. ഇംഗ്ലീഷിലൊക്കെ വായിച്ചാൽ ബാബിലോണിലുള്ളവൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, സഭ എന്ന വാക്ക് ഇല്ല. ചിലർ പറയുന്നു ബാബിലോണിലുള്ള ഒരു സഹോദരിയുടെ കാര്യമാണ്, ചിലർ പറയുന്നു അത് പത്രോസിൻ്റെ ഭാര്യ തന്നെ ആയിരിക്കുമെന്ന്. ഇവരൊക്കെ ഈ ആളുകൾക്ക് വന്ദനം ചൊല്ലുന്നു. മർക്കോസ്, എൻ്റെ മകനായ മർക്കോസ് എന്ന് പത്രോസ് മർക്കോസിനെ കുറിച്ച് പറഞ്ഞു, മർക്കോസ് എനിക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് പറയുന്നു. ചിലർ പറയുന്നു മർക്കോസാണ് എഴുതിയത്, സിൽവാനോസ് അത് കൊണ്ടുപോയി കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും കഷ്ടതയിലിരിക്കുന്ന ഈ സഭയെ ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടി എഴുതുന്ന ഈ എഴുത്തിൻ്റെ അവസാനം 12-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നു, നിങ്ങളെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ദൈവകൃപയാണോ, ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണോ എന്ന സംശയം അവർക്കുണ്ടായിരുന്നു. പത്രോസിൻ്റെ എഴുത്ത് വായിച്ചു കഴിയുമ്പോൾ ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന പാവപ്പെട്ടവരായ വിശ്വാസികൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഞങ്ങൾ കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോകുന്നു, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ യാതൊരു മാന്യതയുമില്ല, ഞങ്ങൾ പലരും അടിമകളാണ്, വേലക്കാരാണ്, എങ്കിലും ഞങ്ങൾ ദൈവത്തിൻ്റെ സത്യകൃപയിലാണ്, ദൈവവചനം അനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ നിലയിൽ അവരെ ഉത്സാഹിപ്പിക്കുവാൻ ഈ കത്ത് മുഖാന്തരം പത്രോസ് അപ്പോസ്തലന് കഴിഞ്ഞു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാകുലപ്പെടേണ്ട അനേക സാഹചര്യങ്ങളുണ്ട്, എന്നാൽ അങ്ങനെ ചെയ്യരുത് എന്ന് അവിടുത്തെ വചനം പറയുന്നു. ഞങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അറിയിക്കുവാനുള്ള പ്രാഗൽഭ്യം ഞങ്ങൾക്ക് തരണം. ദൈവത്തോട് പറയാൻ പറ്റാത്ത ഒരു കാര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഞങ്ങൾ കഷ്ടത സഹിക്കുമ്പോൾ വിശ്വാസം വിട്ടുപോകാനിടയാകരുത്. പിശാച് ഞങ്ങളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അവൻ്റെ പ്രലോഭനങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ. അവനോട് എതിർത്ത് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.